ഹലോ നമസ്തേ, ആപ്പിൾ കുട്ടീസിന്റെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് എവിടേക്കാ പോണെന്നറിയാം? എവിടേക്ക് പോണ അച്ഛനെ? ഗുരുവായൂർ പോവാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഞങ്ങളൊക്കെ റെഡിയായി. രാവിലെ ഒരു 7:15 ആയിട്ടുണ്ട്. പാറു ശ്രീജാൻ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പാറുന്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് ട്രെയിനിൽ കയറണം. ഇതുവരെ കയറിയിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ട്രെയിനിൽ ഗുരുവായൂർക്ക് പോകാന്ന്. അന്ന് നമ്മുടെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട് നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനി ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു. 10 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക്. മാത്രമല്ല വേഗം 10-15 മിനിറ്റിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ എത്തുകയും ചെയ്യും. സുഖമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇതൊരു നല്ല പരിപാടിയാണ്. അപ്പൊ ട്രെയിനിലൊക്കെ ഇതുപോലെ ഇടയ്ക്കൊന്ന് പോകുന്നവരുണ്ടാവും കേട്ടോ. ഞങ്ങൾ ഇതുവരെ ട്രെയിനിൽ പോയിട്ടില്ല. അപ്പൊ എന്തായാലും അതും അങ്ങനെ സാധിച്ചു. അങ്ങനെ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വന്നത്. പാറിന് അവിടെ നിന്ന് ഒരു സ്നാക്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ട്രെയിൻ വരുന്നതും നോക്കി നമ്മൾ നിൽക്കുകയാണ് കേട്ടോ. ഇതിലൂടെ അങ്ങനെ പാറുവിന്റെ ആഗ്രഹം, പാറുവിന്റെ ലച്ചുവിന്റെ ആദ്യമായിട്ടാണ് അവര് ട്രെയിനിൽ പോകുന്നത് കേട്ടോ. അപ്പൊ ദൈവം അവരൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. പാറു ഇഷ്ടയാ? ഇതല്ല, ട്രെയിനിൽ പോണത് ഇഷ്ടമായിരുന്നു. എങ്ങനെ? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം കേട്ടോ. അങ്ങനെ ഞാൻ പാറുവിന്റെ സീറ്റിലിരുന്നു. പാറു അങ്ങനെ ശ്രീജന്റെ അടുത്ത് കടന്നിരുന്നിട്ട് അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഗുരുവായൂർ എത്തിയിട്ട് വെറും 10-15 മിനിറ്റിലെ വളരെ സുഖകരമായൊരു യാത്രയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്തായാലും ഗുരുവായൂർ എത്തി. ഇനി ഇറങ്ങട്ടെ.
അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഇനി ഒരു 10 മിനിറ്റ് ദൂരം നടക്കാനുണ്ട് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലേക്ക്. പക്ഷെ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ ടയേർഡാവും. പിന്നെ എനിക്ക് തോന്നി ഓട്ടോ വിളിച്ച് പോകായിരുന്നു എന്ന്. കാരണം ഇവരൊക്കെ അങ്ങോട്ട് പോകുന്നത് തന്നെയാണ്. കുറേ ആളുകൾ ഓട്ടോയിലും പോകുന്നുണ്ട് കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റണില്ല. അതിൻ്റെ ഇടയിൽ പാറു കുറച്ച് നേരം എടുക്കാനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാശി പിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം എടുത്തു, പിന്നെ താഴെ വെച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ നടന്ന് ഇനി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. പക്ഷെ ഇന്നുണ്ടല്ലോ ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. കാരണം നല്ല മുടക്ക് ദിവസമാണല്ലോ, ദുഃഖവെള്ളി ദിവസമാണ് നമ്മൾ പോകുന്നത്. മാത്രമല്ല വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അത്രയും തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. അങ്ങനെ നമ്മളിത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ട് അതിന് ഉള്ളിലേക്ക് കയറണം. അപ്പോൾ വാ. ഇനി നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗൊക്കെ ഇവിടെ വെക്കണമല്ലോ. അപ്പോൾ അത് ബാഗ് വെക്കാനായിട്ട് നമ്മൾ ക്ലോക്ക് റൂമിൽ പോകുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ അത്. അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അവിടെ തന്നെ ഇത്രയും വരികയാണെങ്കിൽ അപ്പോൾ ഉള്ളിൽ എന്തായിരിക്കും. അപ്പോൾ അത്ര ജനങ്ങൾ വരി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം പാറു കരഞ്ഞു തുടങ്ങി ഉഷ്ണിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ബാഗൊന്നും പിന്നെ വെക്കാൻ നിന്നില്ല. പുറത്ത് നിന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എന്തായാലും അവർക്ക് ട്രെയിനിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം കൂടി കൊണ്ടാണല്ലോ നമ്മളങ്ങനെ വന്നത്. അപ്പോൾ എന്തായാലും പ്രാർത്ഥിച്ചു പുറത്ത് നിന്നിട്ട് അതിനുശേഷം നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ജനങ്ങൾ അന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം മുടക്ക് ദിവസമാണല്ലോ. അപ്പോൾ എന്തായാലും പാറു ഇല്ലെങ്കിൽ നമുക്ക് വരി നിൽക്കാം. പാറു തീരെ ക്ഷമയില്ല പാറുവിന്. കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും പാറു വാശി പിടിക്കും. മാത്രമല്ല കേട്ടോ, ചൂട് സഹിക്കാൻ പറ്റില്ല അന്ന്, അത്രയും ചൂടാണ്. അപ്പോൾ പാറു ആണെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്ത് അവളത് ഇടുകയില്ല. ആ ചൂട്ടത്ത് അവള് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നത്, പറഞ്ഞാൽ കേൾക്കൂലേ. അപ്പം ഞാൻ വേറൊരു ഡ്രസ്സ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇതന്നെ ഇടുകയാണ്. ഭയങ്കര ചൂടായ കാരണം വാശിയോട് വാശി. ഇനി കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ടാണ് അടുത്തൊരു വാശിട്ടാ. കൃഷ്ണ ഗുരുവായൂരപ്പ ചാരാനിൽ നിന്ന് വന്നിട്ടുള്ള ചിത്ര, സജിന എന്നിവർ ക്ഷേത്ര വായിൽ വെക്കണ്ട. അങ്ങനെയല്ല, സൈഡിൽ വിളിക്കാം. സൈഡില് ഇങ്ങനെ കൃഷ്ണ ഇല്ലേ, നമ്മുടെ കൃഷ്ണ അവിടെ. കൃഷ്ണ ഗുരുവായൂരപ്പ മാരാരിക്കുളത്തുനിന്ന് വന്നിട്ടുള്ള മേടിച്ചിട്ട് ഡ്രസ്സിലൊക്കെ ആക്കിയിട്ട് പോവില്ല. അതാണ് മേടിക്കേണ്ടതെന്ന് പറയണേ. ഭക്ഷണം കഴിച്ചിട്ട് പാറുവിനെ ഇപ്പം ഇത്തിരി വാശി കൂടുന്നുണ്ട്. സ്ലൈം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വാശി പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ വാശി പിടിച്ചാൽ ഞാൻ ആ സാധനം മേടിച്ചു കൊടുക്കില്ല. കാരണം എന്താ വെച്ചാൽ അപ്പോൾ അവരുടെ വിചാരം ഇനിയും വാശി പിടിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ സ്ലൈം കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ട് ഉടുപ്പിലൊക്കെ വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് മേടിച്ചു കൊടുക്കാത്തത്. നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ ഗുരുവായൂരിൽ നിന്ന് കിട്ടണ പപ്പടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു പാക്കറ്റ് മേടിച്ചു കേട്ടോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ മേടിച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ എടുത്തു. വിശന്നു നന്നായി വിശന്നു. ഭക്ഷണം കഴിക്കാൻ നമ്മളിപ്പോൾ കുറേ സ്ഥലത്ത് കയറിയിട്ട് അവിടെ ഒന്നും സ്ഥലമില്ല. അപ്പോൾ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇരിക്കാൻ സ്ഥലമില്ല. അതിന് അങ്ങനെ ഇരിക്കണേ. വിശന്ന് പാറുവിന് അതെ ആ മാമൻ ക്ലീനാണ്. കഴിയുമ്പോ നീങ്ങിയിരിക്കാം മാമൻ ക്ലീൻ. നമ്മൾ മസാല ദോശയാണ് പറഞ്ഞത് കേട്ടോ. പാറുവിന് അപ്പം അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഐസ്ക്രീം മേടിച്ച് പാറുവിന് കൊടുത്തു. പാറു അത് കഴിക്കുമ്പോഴേക്കും നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാ. അപ്പം അത് അച്ചുമോൻ മസാല ദോശ തന്നെയാണ് കഴിക്കണേ. ഞങ്ങളും വേഗം കഴിച്ചു. ചൂട് കാരണം നമുക്കുണ്ടല്ലോ എങ്ങനെയെങ്കിലും വണ്ടിയിൽ കയറിയാൽ മതിയെന്ന് തോന്നണേ. അടിയിൽ നിന്ന് കഴിക്കാൻ പാടില്ല കേട്ടോ ഒരു ഐസ്ക്രീം.
അങ്ങനെ ഒരു 10:30 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചു പോന്നു. പക്ഷേ ഈ സമയത്ത് ട്രെയിൻ ഇല്ല കേട്ടോ തിരിച്ച്. ഇനി 1 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബസ്സിൽ വരാമെന്ന് വിചാരിച്ചു. ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി ഇനി തൃശ്ശൂർ പോവാണ് കേട്ടോ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അവിടെ പോയി വണ്ടി എടുത്തിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. ഇനി പാറു എന്തിനാ വാശി പിടിക്കണമെന്നറിയോ? അവൾക്ക് ആ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണം. ബോണറ്റ് ഇല്ലേ ഡ്രൈവറുടെ അപ്പുറത്തുള്ളത്, അതുമ്പോൾ തന്നെ അവൾക്ക് ഇരിക്കണം. അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞാലാണ് ഇപ്പോഴത്തെ കരച്ചിൽ കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ വന്നിറങ്ങി. അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഇനി നമ്മൾ റെയിൽവേയിലേക്ക് പോവാണ് ഓട്ടോ എടുക്കാനായിട്ട്. വീണ്ടും നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തി. വീണ്ടും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ഗുരുവായൂരിന്ന് മസാല ദോശയും ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ആർക്കും ഭക്ഷണം വേണ്ട കേട്ടോ. എന്തെങ്കിലും ഒരു വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ കിട്ടിയാൽ മതി. പക്ഷെ ദുഃഖവെള്ളി ആയതുകൊണ്ട് മിക്ക കടകളും മുടക്കാണ്. അങ്ങനെ നമ്മൾ വഴിയിലൊരു കട അവസാനം കണ്ടുട്ടോ. നമുക്ക് അത്രയും ചൂട് കാരണം വെള്ളം കുടിക്കാതെ വയ്യ. അപ്പം നമ്മൾ എന്തായാലും ആ കടയിൽ ഇറങ്ങിയിട്ട് സർബത്ത് കുടിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ. പാറുവിന് ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അവിടെ ഷെയ്ക്കൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സർബത്തും ജ്യൂസൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ. അങ്ങനെ അച്ഛൻ്റെയും പാറുവിൻ്റെയും വലിയൊരു ആഗ്രഹമാണ് ഇന്ന് സഫലമായത്.